കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. എല്ലാ മാന്യ ജ്യോതിഷ പ്രേമികൾക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എൻ്റെ എളിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. മുന്നാൾ പല ആൾക്കാർ എൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നതാണ്. എൻ്റെ അടുക്കൽ ഇരുന്നിട്ട് ചോദിക്കും, ഞങ്ങൾ മുന്നാളാണ്, ആണുങ്ങളാണെങ്കിലും മുന്നാളാണ്, ഞങ്ങൾ ബിസിനസ് തുടങ്ങിയാൽ ശരിയാവുമോ? നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക. ആദ്യം ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അല്ലേ നമ്മൾ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു രാഹുകാലം എന്തിനൊക്കെ കൊള്ളാം, യാത്രയ്ക്ക് മുഖ്യം, യാത്രയ്ക്കാണ് ഏറ്റവും കൂടുതൽ രാഹുകാലം നോക്കുന്നത്. ഒരു വിവാഹം നടക്കുന്ന രാഹുകാല സമയത്താണെങ്കിൽ ഏറ്റവും ഉത്തമമാണ്. അതുപോലെ അഷ്ടമി സമയത്ത്, കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി, അതുപോലെ വധു ജനിച്ച നക്ഷത്രം വിവാഹമുഹൂർത്തത്തിന് ഏറ്റവും ഉത്തമമാണ്. നന്നേ പച്ച മലയാളത്തിലുള്ള പദ്യമുണ്ട്. നന്നേ രോഹിണി മാനും സത്യപുണത പൂയോ ഉത്തരത്രയം തൃകം ചോതി മൈത്രിയും 16 നാൾ. അതിൻ്റെ തന്നെ സംസ്കൃതത്തിലുണ്ട് ഇഷ്ടാഹ കൃഷ്ണാഷ്ടമി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ തന്നെ ഉണ്ട്. അപ്പം കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി ഉത്തമമാണ് എന്ന് പറഞ്ഞ പോലെ ഓരോരുത്തർ അത് വിവാഹത്തിന് അഷ്ടമി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അഷ്ടമി അങ്ങ് മാറ്റുവാങ്ങ്. സാധാരണ ജ്യോത്സ്യന്മാർ കുറിച്ചും കൊടുക്കത്തില്ല. കാര്യം എന്താ വെച്ചാൽ ഞാൻ ഈ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി കുറിച്ച് കൊടുത്താൽ പറയും എനിക്ക് നാളെ അറിയത്തില്ല എന്നേ പറയുള്ളൂ അല്ലേ. അതുപോലെ പ്രശ്നത്തിൽ വ്യാഴത്തിൽ ഒരുപാട് ആൾക്കാർ പരീക്ഷിക്കാൻ വരാറുണ്ട്. ഈ മുന്നാളെന്ന് പറഞ്ഞ പോലെ തന്നെ ആൾക്കാരാണ് എൻ്റെ അടുക്കൽ വന്ന് കവടി വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഈശ്വരാധനം കാണത്തില്ല, അല്ലെങ്കിൽ ആരൂഢം തടുത്ത് കാണും. അപ്പോൾ ആരൂഢം തടുത്ത് കഴിയുമ്പോൾ നമ്മളൊരു പരിഹാരം പറയും. ഇന്ന ക്ഷേത്രത്തിലേക്ക് ഇന്ന ചെയ്യുക, അല്ലെങ്കിൽ ഇന്ന എന്തെങ്കിലും വഴിപാടുകൾ പറയുക, അല്ലെങ്കിൽ വിഷ്ണുവിനെ പ്രസാദിപ്പിക്കുക, ഇതൊക്കെ പറയും. അല്ലെങ്കിൽ 12 ദിവസം പോയി നിർമ്മാല്യം തൊഴുക, 12 ദിവസം പോയി കുളിച്ചു തൊഴുക, ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന. അപ്പം ഞാനല്ല പറയുന്നത്, അവരെ കൊണ്ടാണ് ഞാൻ പറയിപ്പിക്കാമെന്ന് വിചാരിക്കുക. അവരാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 12 ദിവസം നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഈ 12 ദിവസം അതിൻ്റെ ഒരു തിക്തമായിട്ടുള്ള ഫലമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാര്യം ഈ 12 ദിവസം ചെയ്തു എന്ന് പറഞ്ഞ് 12ാമത്തെ ദിവസം എൻ്റെ അടുക്കൽ വരും, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ കവടി വെച്ച് നോക്കും. അപ്പം കവടി വെച്ച് നോക്കുമ്പോഴെന്താണ്, ഈശ്വരാധനം തെളിയും. അപ്പോൾ ഈശ്വരാധനം തെളിഞ്ഞ് കഴിയുമ്പം പുള്ളിക്കാരൻ മനസ്സിൽ, അല്ലെങ്കിൽ പുള്ളിക്കാരി മനസ്സിൽ ചിന്തിക്കുമോ, ഞാൻ ചെയ്തില്ലല്ലോ, എന്നിട്ട് എനിക്ക് ഈശ്വരാധനം വന്നല്ലോ. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ കവടി വെച്ച് ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ട്, അല്ലെങ്കിൽ എൻ്റെ ഓഫീസിൽ നിന്ന് പോയിട്ട് 1.5 മണിക്കൂർ അല്ലെ 2.5 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നിട്ട് വീണ്ടും വെച്ച് നോക്കി ഈശ്വരാധനം നൽകി. കാരണം ഭഗവതി അല്ലെ, ഭഗവാൻ അത് സ്വീകരിച്ചു എന്നാണ് അർത്ഥം ഇല്ലേ. നിങ്ങൾ ചെയ്യുവോ ചെയ്യാതിരിക്കുകയോ പിന്നെ എനിക്കോ അല്ലെങ്കിൽ ജ്യോതിഷത്തിനോ അറിയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇങ്ങനെ കുഴപ്പമുണ്ട്, ഈശ്വരാധനം മറിഞ്ഞിരിക്കുകയാണ്, അത് നിങ്ങൾ ചെയ്യുക. എല്ലാ ആൾക്കാരോടും നമ്മൾ തീർത്ത് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല, അവരുടെ വിശ്വാസമാണ്, അവർ ചെയ്യുകയോ ചെയ്യാതിരിക്കുക. പക്ഷേ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വിത്തിൻ 21 days വെളിയിൽ പോയി പറയുന്നത് എന്താണെന്നറിയാവോ? കാര്യം അവിടെ ചെന്ന് ഞാൻ നോക്കി, ഈശ്വരാധനം മറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ കലേഷ് കുമാർ പറഞ്ഞു ഇന്നതാണ്, ഇന്ന പോലെ ചെയ്യാൻ പറഞ്ഞു. ഞാനവിടെ പോയി ചെയ്തില്ല. എന്നിട്ട് ഞാൻ 2ാമത് നിന്നിട്ട് എനിക്ക് ഈശ്വരാധനമുണ്ട്. ഭഗവാൻ ഇത് കേട്ടിട്ടുണ്ട്, അല്ലെ ഭഗവതി ഇത് കേട്ടിട്ടുണ്ട്. കൊടുത്തില്ലേ ആർക്കാ കുഴപ്പം? എനിക്കാണോ കുഴപ്പം? അവർക്ക് അതാണ്. വിത്ത് 21 ദിവസത്തിനുള്ളിൽ 21 ഗുണം 60 ആ സന്തോഷിച്ചു പോകുന്ന ആളിന് ഭഗവാൻ അല്ലെ ഭഗവതി അതിൻ്റെ തിക്ത അനുഭവം കൊടുത്തിരിക്കുക. അങ്ങനെ എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്കനുഭവമല്ല, ഒരു 90% ജ്യോത്സ്യന്മാർക്ക് അനുഭവമുണ്ട്, സംശയമില്ലാത്ത കാര്യമാണ്. കാര്യം എന്നെ അല്ല കളിപ്പിക്കുന്നത് അതിൽ. എനിക്കെൻ്റെ ദക്ഷിണ കിട്ടി, ഭഗവാനെയാണ് കളിപ്പിക്കുന്നത് അല്ലേ, അല്ലെ ഭഗവതിയെയാണ് കളിപ്പിക്കുക. ഞാൻ തന്നേക്കാമേ, കൊടുക്കാമെന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കണം, ഇല്ലെങ്കിൽ പറയരുത്. അതാണ് ജ്യോതിഷം നോക്കാൻ പോയാൽ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തമമായിട്ടുള്ള പരിഹാരം ചെയ്തിരിക്കണം, ഇല്ലെങ്കിൽ ജ്യോതിഷം നോക്കാൻ പോകരുത്. അങ്ങനെയും പറയുന്നുണ്ട്. വെറുതെ എന്തിനാ അറിഞ്ഞിരിക്കുന്നത്? സംപ്രേരണ കൊണ്ടാണ് ഒരു ജ്യോതിഷനെ കാണുന്നത് അല്ലേ. ഒരു പ്രേരണ വരുമ്പോഴാണ് ജ്യോതിഷനെ കാണുന്നത്. അത് ഈശ്വര നിശ്ചയമാണ്. അപ്പോൾ ദൈവം ഒരു നിമിത്തം കാണിച്ചു കൊടുക്കും, ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, നീ എവിടെയെങ്കിലും പോയി നോക്ക്, ഒരു ദൈവാധീനം നോക്ക്. അപ്പോഴായിരിക്കും ഉത്തമനായ ജ്യോത്സ്യൻ, ഇപ്പോഴും പറയുന്നു, ഉത്തമനായ ജ്യോത്സ്യൻ അത് കൃത്യമായിട്ട് കണ്ടുപിടിച്ചിട്ട് ഒറ്റക്കാരണം മതി കണ്ടുപിടിക്കാൻ. ഒരുപാട് സമയമൊന്നും വേണ്ട. കവടി ആരൂഢിച്ച് കഴിഞ്ഞ് കൃത്യമായിട്ട് ഇന്ന കാരണമാണെന്നറിയാം. ഇന്ന കാര്യങ്ങളുണ്ട്. ഏറ്റവും ഇപ്പോൾ ചെയ്യുന്ന പറഞ്ഞാൽ ശത്രുതാവസ്ഥ കൂടുതലുണ്ടെങ്കിൽ അത് മാറ്റിക്കളയാന്നുള്ളതാണ്.
അപ്പോൾ ഞാൻ പറഞ്ഞ വിഷയം ഇങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. അതുപോലെ ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഈ മൂന്നാളിൻ്റെ കാര്യം ചോദിക്കും. മൂന്നാൾ പൊരുത്തത്തിൽ മാത്രമാണ് നോക്കുന്നത്, ബിസിനസ്സിലൊന്നും മൂന്നാൾ നോക്കാറില്ല. ചില ആൾക്കാരൊക്കെ കുടുംബസമേതം ഇവിടെ വന്നിട്ട് പറയും ഞാനും മോനും തമ്മിൽ മൂന്നാളാണ്. നിങ്ങളെന്നാ ചോദിക്കുക, അച്ഛനും മോനും തമ്മിൽ നല്ല സ്നേഹമായിട്ടേ പോകത്തുള്ളൂ, ഒരു ആത്മാർത്ഥത ഇല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഏതൊരു സന്ദർഭത്തിലും അച്ഛനും മകനോടും കാണും, മകൻ അച്ഛനോടും കാണും. എന്തെങ്കിലും ഒന്ന് അച്ഛനോ മകനോ സംഭവിക്കുമ്പോൾ അവരുടെ ആത്മാർത്ഥത 100% കൂടത്തേ ഉള്ളൂ. അമ്മയാ നമുക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ മൂന്നാളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മൂന്നാളാണ്, ഞങ്ങൾ പ്രശ്നങ്ങളാണെന്ന് പറയും. അതൊക്കെ നിങ്ങൾ തന്നെ പറഞ്ഞ് വിൽക്കുന്നതായിട്ടുള്ളൊരു സംഭവമാണ്. ഇതൊന്നും ശാസ്ത്രത്തിലുള്ളതല്ല, അതാദ്യം മനസ്സിലാക്കുക. മൂന്നാൾ പൊരുത്തങ്ങളിൽ 37 നാൾ, ആ നാളിൽ വന്നതിൻ്റെ ദിനപ്പൊരുത്തം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ പൊരുത്തങ്ങളുണ്ട്. 10 പൊരുത്തമുണ്ട്, രാശിപ്പൊരുത്തം, ദിനപ്പൊരുത്തവും, ദിനാഖ്യവും, മധ്യവും, രജുദോഷം, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പോൾ അത് വിശദമായിട്ട് പരിശോധിച്ചിട്ട് മൂന്നാളാണ് നമ്മൾ വിവാഹം പാടില്ല, അല്ലെങ്കിൽ ഗ്രഹതല സഹിതം ചേരുമെങ്കിൽ നിങ്ങൾ നമ്മൾ വിവാഹം കഴിച്ചോ, അല്ലെ ഇന്ന കാര്യങ്ങൾ എല്ലാത്തിനും ചൊവ്വാദോഷമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. ചില ആൾക്കാർ പറഞ്ഞു പേടിപ്പിച്ചിങ്ങനെ വെക്കും. ഈ ചൊവ്വാദോഷമുള്ളവർക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് വിവാഹം നടക്കാൻ സാധ്യതയുള്ളത്. ചൊവ്വാദോഷം എന്ന് പറഞ്ഞൊരു ദോഷമല്ല, ദാമ്പത്യ ബന്ധങ്ങൾക്ക് കുഴപ്പങ്ങൾ ഉണ്ടാകുന്നേ ഉള്ളൂ, അല്ല ചൊവ്വ ഒരു ദോഷമല്ല. ധനം ഉണ്ടാകും, ഐശ്വര്യം ഉണ്ടാകും, സമ്പൽ സമൃദ്ധി ഉണ്ടാകും, വിദ്യാഭ്യാസം ഉണ്ടാകും, എല്ലാ കാര്യങ്ങളും ഉണ്ടാകും. പക്ഷെ ദാമ്പത്യ ബന്ധത്തിൽ കല്ലുകടി ഉണ്ടാകും. ചില പറയും വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുള്ളതുകൊണ്ട് ചൊവ്വയ്ക്ക് ഒരല്പം കുറവുണ്ട്. ശരിയാണ്, അല്പം കുറവാണ്. പക്ഷെ ചൊവ്വയായിട്ടുള്ള ഫലം ചെയ്യും, സംശയമില്ലാത്ത കാര്യമാണ്, ഇല്ലേ? അപ്പം മൂന്നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊരുത്തശോധനയിൽ മാത്രമാണ് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു എളിയ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു നല്ല വിഷയമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നവരെ നമ്മൾ തമ്മിൽ കാണുന്നത് വരെ നിസ്സീമമായ നന്ദിയും കടപ്പാടും. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.